ബാക്ക് ടു എഡ്യൂവാലറ്റ് +2 മോഡൽ എക്സാം എടുത്തെത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 27 അപ്പോൾ ഇത് ടൈം ടേബിൾ നമുക്ക് ആദ്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുകൂടാതെ ഏറ്റവും വെയിറ്റേജ് ഉള്ള പാഠങ്ങൾ ഏതൊക്കെയാണ്, ആ വെയിറ്റേജ് ഉള്ള പാഠങ്ങൾ നമുക്ക് ഇനി എങ്ങനെ പഠിക്കാം, ഇനി ഏറിപ്പോയ ഒരു 25 ദിവസം നമ്മളെ കയ്യിലുള്ളൂ. ഈ 25 ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് ഈ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചെടുക്കാം, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള പാഠങ്ങൾ ഏതൊക്കെയാണ്, ഏത് വേണം ആദ്യം പഠിക്കാൻ, എങ്ങനെ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇത്രയും പാഠങ്ങൾ കവർ ചെയ്യാൻ നമുക്ക് നോക്കാം. സോ ആദ്യം ടൈം ടേബിൾ പറഞ്ഞിട്ട് ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാനിലേക്ക് നമ്മൾ കിടക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ടൈം ടേബിൾ നോക്കാം. ഫസ്റ്റ് 27 കെമിസ്ട്രി ആണ്, ആഫ്റ്റർനൂൺ ആണ്. അതിനുശേഷം 28 ഫോർനൂൺ മാത്സും ഫിസിക്സും ഉണ്ട്. അതായത് 27 ഒരു പരീക്ഷയാണ് കെമിസ്ട്രി. ഇത് ബയോ സയൻസും കമ്പ്യൂട്ടർ സയൻസും ഉള്ള കുട്ടികൾക്കാണ് ടൈം ടേബിള്. സോ 27 കെമിസ്ട്രി ആണ്. 28 2 പരീക്ഷ ഉണ്ട്, മാത്സും ഫിസിക്സും ഒരുമിച്ചാണ്. അപ്പൊ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കണം അത്യാവശ്യം പഠിക്കാനുണ്ടാവും. ദെൻ ഫസ്റ്റ് മാർച്ച് 1 ബയോളജിയാണ്, മാർച്ച് 2 ഇംഗ്ലീഷും കമ്പ്യൂട്ടർ സയൻസും ആണ്, മാർച്ച് 3 മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ആണ്. സോ ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. 2 സബ്ജക്റ്റ് ഒക്കെ വരുന്നുണ്ട്, മാത്സും ഫിസിക്സും ഒരുമിച്ച് വന്നു. ആദ്യത്തെ 2 ദിവസം കൊണ്ട് മെയിൻ സബ്ജക്ട്സുകളൊക്കെ കഴിയും, കെമിസ്ട്രി മാത്സ് ഫിസിക്സ് ഒക്കെ. പിന്നെ ഒക്കെ നമുക്ക് എളുപ്പമുള്ള ഇംഗ്ലീഷും മലയാളം ലാംഗ്വേജസും കാര്യങ്ങളൊക്കെയാണ്. സോ നമുക്ക് നേരെ നമ്മുടെ പെർഫെക്റ്റ് സ്റ്റഡി പ്ലാനിലേക്ക് കടക്കാം. അതിനു മുമ്പ് ആർക്കെങ്കിലും +2 പല സബ്ജക്ട്സും പല ചാപ്റ്റേഴ്സും ഒന്നും അറിയാത്തവരുണ്ടാവും. എഡ്യൂവാറ്റിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞു പോയ റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും, ഡൗട്ട്സ് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. സോ ആർക്കെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. എല്ലാ സബ്ജക്റ്റും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഡെയിലി ലൈവ് ക്ലാസ്സുകളാണ്, മോർണിംഗും നൈറ്റും ലൈവ് ക്ലാസ്സുകളാണ്. ഒപ്പം നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. സോ 9895451912 അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ആയിട്ടുള്ള എന്തായാലും പഠിക്കേണ്ട എക്സാം ഓറിയന്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. സോ ഇതുവരെയും പഠിക്കാത്തവർക്ക് വളരെ ബേസ് ആയിട്ട് നമ്മൾ പല ചാപ്റ്റേഴ്സും പല ടോപ്പിക്സ് നമ്മൾ എടുത്തു തരും. അപ്പോൾ അതൊന്നും ടെൻഷൻ അടിക്കാൻ താല്പര്യമുള്ളവര് ആ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ. സോ നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 4 ആണ്. ഇന്ന് 3 4 നമ്മൾ സ്റ്റഡി പ്ലാൻ. സോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അവർക്കും നമ്മുടെ കൂടെ ഒപ്പം പഠിച്ചെടുക്കാനായിട്ട് പറ്റും. സോ 4 നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് മോർണിംഗ് ആണ്. എപ്പോഴും നിങ്ങൾ രാവിലെ കുറച്ച് നേരത്തെ എണീക്കുക പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി എക്സാമിന് അധികം ദിവസങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് രാവിലെ ഒരു 5 മണിക്ക് എണീക്കുക. 5 മണി തൊട്ട് 7 മണി 7:30 മാക്സിമം. ഇപ്പോൾ ക്ലാസ് ഉണ്ടെന്ന് അറിയാം, ലാബ് എക്സാം ഉണ്ടെന്ന് അറിയാം. എന്നിരുന്നാലും മോർണിംഗ് കുറച്ച് നേരത്തെ എണീറ്റ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. ആദ്യം കെമിസ്ട്രി ഹാലോ ആൽക്കെയ്ൻസ് എന്ന പാഠത്തിന്റെ പകുതി പോർഷൻ നോക്കുക, പകുതി പോർഷൻ പഠിച്ചെടുക്കുക. അതിൽ ഡിലീറ്റഡ് പോർഷൻസ് ഒക്കെ നോക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. അത് കഴിഞ്ഞ് രാത്രി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഒരു 7:00 കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ബാക്കി പോർഷൻസ് പഠിച്ച് അവസാനിപ്പിക്കാം. അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട് ഹാലോ ആൽക്കെയ്ൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് കെമിസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ഓർഗാനിക്കിന്റെ ചാപ്റ്റേഴ്സാണ്. അതിലൊരു ചാപ്റ്ററാണ് ഹാലോ ആൽക്കെയ്ൻസ്. അപ്പൊ ഈ 2 ടൈം മോർണിംഗും നൈറ്റും ഇരുന്നിട്ട് ഈ ചാപ്റ്റർ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനി ഫെബ്രുവരി 5 എന്ത് ചെയ്യുക, മാത്സിലെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ചാപ്റ്റർ, എന്നാൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുക. അതിൽ നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുന്നോ അത്രയും പഠിക്കുക. ഒരു രാവിലെയാണ് 1 2 ചെയ്തിട്ടുണ്ട്. 1 പറഞ്ഞാൽ മോർണിംഗ് ആണ്. മോർണിംഗ് 2 മണിക്കൂർ നിങ്ങൾക്കുണ്ട്. ആ 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എത്ര പഠിക്കാൻ പറ്റുന്നോ അത്രയും പഠിക്കുക. മാത്സ് ഒക്കെ ആകുമ്പോൾ ചെയ്ത് വേണം പഠിക്കാനായിട്ട്. ദെൻ ഫിസിക്സ് ചാപ്റ്റർ 7 അൾട്ടർനേറ്റിംഗ് കറണ്ട് നൈറ്റ് നിങ്ങൾ പഠിക്കേണ്ടത്. 7ാം പാഠം അൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്, ഹൈലി വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ എങ്ങനെ പഠിക്കാം, എങ്ങനെ വേണം പഠിക്കാൻ, എങ്ങനെ നമുക്ക് മാർക്ക് ഈസി ആയിട്ട് വാങ്ങിയെടുക്കാം, അങ്ങനെയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഫെബ്രുവരി 6 മാത്സിലെ ബാക്കി സെക്ഷൻസ് നോക്കുക. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി കഴിഞ്ഞിട്ടുണ്ടാവില്ല, മേ ബി ഒരു 2 മണിക്കൂറിൽ തീരുന്ന സബ്ജക്റ്റ് അല്ല, കുറച്ചധികം തീരേണ്ട ചാപ്റ്റർ അല്ല, കുറച്ചധികം സമയം വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ആ പാഠത്തിൽ ബാക്കി പഠിക്കാനുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് അത് കംപ്ലീറ്റ് ചെയ്യാം. ഒപ്പം അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പാഠമാണ്, അതും പഠിച്ചെടുക്കാം. ഇനി അന്ന് തന്നെ നൈറ്റ് എന്ത് ചെയ്യണം, ഫിസിക്സ് ചാപ്റ്റർ 9 റേ ഒപ്റ്റിക്സിന്റെ പകുതി പോർഷൻസ്, ഒരുപാട് ഡെറിവേഷൻസ് ഉള്ളൊരു പാഠമാണ്. അപ്പൊ അതുകൊണ്ട് പകുതി പോർഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, അന്ന് വൈകിട്ട് പകുതി മാത്രം പഠിക്കുക. എല്ലാ ഡെറിവേഷനും ഒറ്റ ഇരിപ്പിൽ നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. ഒരു 3 4 ഡെറിവേഷൻസ് നിങ്ങൾ അന്ന് പഠിച്ചെടുക്കുക. ബാക്കിയുള്ള പോർഷൻസ് എന്ത് ചെയ്യുക, പിറ്റേ ദിവസം 7 രാവിലെ എണീറ്റിരുന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. സോ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ടൈം എടുത്ത് പഠിക്കുക. അല്ലാതെ 2 മണിക്കൂർ കൊണ്ട് ഓടിച്ച് പഠിക്കാൻ നിൽക്കരുത്. സമയമെടുത്ത് ഡെറിവേഷൻസ് ഒക്കെ ചെയ്ത് പഠിച്ച്
അങ്ങനെ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. അന്ന് രാത്രി കെമിസ്ട്രി ആൽക്കഹോൾസ് എന്ന് പറഞ്ഞ അടുത്ത ഓർഗാനിക്കിന്റെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുക. 8-ാം തീയതി കെമിസ്ട്രി ആൽക്കഹോൾസ് കംപ്ലീറ്റ് ചെയ്യുക, മോർണിംഗിൽ കംപ്ലീറ്റ് ചെയ്യുക. രാത്രി മെയിൻ ചാപ്റ്റർ ഇന്റഗ്രൽസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്റഗ്രൽസ് മാത്രം നമുക്കൊരു 9 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്, 9-12 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. സോ ഒരു മോഡൽ എക്സാം നമുക്ക് കഴിഞ്ഞാലാണ് കറക്റ്റ് ഒരു വെയിറ്റേജ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. സോ എല്ലാ പരീക്ഷയ്ക്കും ഇന്റഗ്രേഷൻ എന്ന ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്റഗ്രൽസ് സ്റ്റാർട്ട് ചെയ്യുക. കംപ്ലീറ്റ് ആവണം എന്നില്ല, വലിയ ചാപ്റ്റർ ആണ്. പകുതി പോർഷനോ നിങ്ങൾക്ക് എത്ര പഠിക്കാൻ പറ്റുന്നോ അത്രത്തോളം പഠിക്കുക. നമ്മൾ ഇന്റഗ്രൽസ് സമയം എടുത്ത് വേണം പഠിക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഫെബ്രുവരി 9-ാം തീയതിയാണ്, നമ്മളിപ്പോൾ 8-ാം തീയതി വരെയുള്ള ടൈം ടേബിൾ ആണ് പറഞ്ഞത്. 9-ാം തീയതി ബയോളജി തുടങ്ങാം. ബയോളജിയിലെ 1-2 ചാപ്റ്റർ നിങ്ങൾ പഠിക്കാൻ തുടങ്ങാം, ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്. അന്ന് രാത്രി ഇന്റഗ്രൽസിന്റെ ബാക്കി 2-3 ടോപ്പിക്കും കൂടി പഠിക്കുക. അതിൽ കുറേ മെത്തേഡുകളാണ് പറയുന്നത്. സോ ഇന്റഗ്രേഷനൊക്കെ ഒന്നും അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂവാലിറ്റി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഇന്റഗ്രേഷൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. സോ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തോളൂ കേട്ടോ. ഇന്റഗ്രേഷൻ അത്രയും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. പിന്നെ ഫെബ്രുവരി 10-ാം തീയതി ഇന്റഗ്രൽസ് ബാക്കി മോർണിംഗിൽ നിന്ന് ഇന്റഗ്രൽസ് കംപ്ലീറ്റ് ആക്കണം. സോ 3 ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്റഗ്രേഷൻ അത്രയും വെള്ളം മുതലാക്കുക. അത്രയും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. 3 ദിവസം ഞാൻ ഇട്ടിട്ടുണ്ട് ടൈം. അന്ന് രാത്രി ഫിസിക്സ് ചാപ്റ്റർ 2 2-ാമത്തെ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി തുടങ്ങാം. അത് കഴിഞ്ഞ് ഫെബ്രുവരി 11-ന് കെമിസ്ട്രി കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം. ആ ചാപ്റ്റർ പഠിച്ച് പകുതി പോർഷൻസ് ആക്കുക. ബാക്കി നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വന്ന് രാത്രി നോക്കുക, അല്ലെങ്കിൽ വേറൊരു ടൈം നോക്കുക, പാർട്ട് 2. പിന്നെ അന്ന് തന്നെ നമുക്കത് ഫെബ്രുവരി 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേ ആണ്. അപ്പം അതുകൊണ്ട് ലീവുള്ള ദിവസമാണ്. അപ്പം അതുകൊണ്ടാണ് 3 സബ്ജക്റ്റ് ഇട്ടത്. ആദ്യത്തെ രാവിലെയും ഉച്ചയ്ക്ക് ഇരുന്നിട്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് രാത്രി മാത്സിലെ സിമ്പിൾ ചാപ്റ്റേഴ്സ്, സെറ്റ്സ്, ഡിറ്റർമിനൻസ് എന്നൊക്കെ പറയുന്ന ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഫെബ്രുവരി 12-ാം തീയതി ബയോളജി ഒരു പുതിയ ചാപ്റ്റർ പഠിക്കുക. 1-2 ചാപ്റ്റർ പഠിക്കാൻ നോക്കുക. അന്ന് രാത്രി ഫിസിക്സ് ചാപ്റ്റർ 3 പഠിക്കാം. അത് കഴിഞ്ഞ് ഫെബ്രുവരി 13-ന് മാത്സ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റർ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ്. അത് നിങ്ങൾ പഠിച്ചെടുക്കണം. ദെൻ ഫിസിക്സ് ചാപ്റ്റർ 8 and 5 പഠിക്കുക. ഫിസിക്സിലെ 2 ചെറിയ കുഞ്ഞ് 2 ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ കൂടെ 2 ചെറിയ പാഠങ്ങൾ ഇട്ടിരിക്കുകയാണ്, അത് പഠിക്കുക. അത് കഴിഞ്ഞ് 14-ാം തീയതി കെമിസ്ട്രി ആൽഡിഹൈഡ്സ് സ്റ്റാർട്ട് ചെയ്യുക. ബയോളജി കമ്പ്യൂട്ടർ സയൻസിലെ ഒരു 1-2 ചാപ്റ്റർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം 14-ാം തീയതി ഒരു ടൈം ടേബിൾ പറഞ്ഞു. അത് കഴിഞ്ഞ് 15-ാം തീയതി കെമിസ്ട്രി ആൽഡിഹൈഡ്സ് ബാക്കി പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുക. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അറിയാത്ത ഏതെങ്കിലും ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ ആ യൂണിറ്റ് എടുത്ത് അതിലെ സമ്മറി നോട്ട് ചെയ്ത് വെക്കുക. സമ്മറി അതിന്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഏതെങ്കിലും അറിയാത്തൊരു യൂണിറ്റ് ഉണ്ടാവും, 3-4, ആ യൂണിറ്റിൽ വരുന്ന പ്രധാന ചോദ്യങ്ങൾ, അതിന്റെ സമ്മറി എന്താണ്, അതിന്റെ തീം, അത്തരം നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് ഒന്ന് നോക്കി വെക്കുക. അപ്പൊ ഇംഗ്ലീഷിന് സമയം കൊടുക്കണം. ഫെബ്രുവരി 16-ന് മാത്സ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന പാഠം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അന്ന് രാത്രിയും ആ ചാപ്റ്ററിനെ നോക്കുക. ഒറ്റ ദിവസം കൊണ്ട് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കണം. നല്ല വെയിറ്റേജ് ഉണ്ട്. ഇന്റഗ്രേഷൻ അറിയുന്ന ഒരു കുട്ടിക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് 17th വീണ്ടും ബയോളജി കമ്പ്യൂട്ടർ സയൻസ് ആണ്. 1-2 ചാപ്റ്റർ പഠിക്കുന്നു. അത് കഴിഞ്ഞ് ഫിസിക്സിലെ ചാപ്റ്റർ 4 വെയിറ്റേജ് ചാപ്റ്റർ ആണ്, ഇത് പഠിക്കുക. ഡിലീറ്റഡ് പോർഷൻസ് നോക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. 18-ാം തീയതി കെമിസ്ട്രിയിലെ അമീൻസ് എന്ന് പറയുന്ന ലാസ്റ്റ് ഓർഗാനിക് ചാപ്റ്റർ പഠിക്കുന്നു. അന്ന് തന്നെ നമുക്കിത് സാറ്റർഡേ ആണ്. അന്ന് തന്നെ ഇംഗ്ലീഷ് പഠിക്കുക. മാത്സിലെ വെക്ടർ എന്ന് പറഞ്ഞ പാഠം പഠിക്കുക. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അമീൻസ് ടൈം എടുത്ത് പഠിച്ചോളൂ. എത്രത്തോളം പറ്റുന്നു അത്രയും പഠിക്കുക. വലിയ ചാപ്റ്റർ എന്നറിയാം. ബാക്കി നമ്മൾ വേറൊരു ദിവസം നോക്കുന്നുണ്ട്. ഫെബ്രുവരി 19-ാം തീയതി ബയോളജി കമ്പ്യൂട്ടർ സയൻസിൽ വീണ്ടും 1-2 ചാപ്റ്റർ. ദെൻ ഫിസിക്സിലെ 2 ചെറിയ ചാപ്റ്റേഴ്സ് ആണ്, 6-ഉം 12-ഉം പഠിക്കുക. ഒരു 3 മാർക്കിനൊക്കെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. 20-ാം തീയതി മാത്സിലെ 3 ഡയമെൻഷൻ ജിയോമെട്രിക്കാണ് കൊടുത്തിട്ടുള്ളത്. രാവിലെയും വൈകിട്ട് ഇരുന്നിട്ട് 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തോളൂ. 2 ചാപ്റ്ററിൽ ഒരൊറ്റ ചാപ്റ്ററിനെ 2 നേരം വെച്ച് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. 21-ാം തീയതി കെമിസ്ട്രി അമീൻസിലെ ബാക്കി എന്തെങ്കിലും പോർഷൻസ് ഉണ്ടെങ്കിൽ അത് പഠിക്കുക. ഇനി ബാക്കി സമയമുള്ളവർ എന്ത് ചെയ്യുക, കെമിസ്ട്രി D&F ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്ത് ചെറിയ ചാപ്റ്റർ ആണ്, അന്ന് തന്നെ പഠിച്ചെടുത്തേ പറ്റും. അത് കഴിഞ്ഞ് 22-ാം തീയതി മാത്സിലെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പഠിക്കുക. ചെറിയൊരു ചാപ്റ്റർ ആണ്, മോർണിംഗ് ഉണ്ട് നോക്കുക. നൈറ്റ് എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ വേറൊരു യൂണിറ്റ് നോക്കുക, വെയിറ്റേജുള്ള വേറൊരു യൂണിറ്റ് നോക്കുക. അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും എല്ലാം നോക്കണം. ഗ്രാമർ സെക്ഷൻസ് ഒക്കെ നോക്കുക. അപ്പം ഇംഗ്ലീഷിന് എപ്പോഴെങ്കിലൊക്കെ ഒരു 2-3 മണിക്കൂർ കൊടുക്കണം, എങ്കിൽ നമുക്ക് ആ A+ വാങ്ങാനായിട്ട് പറ്റുള്ളൂ. 23-ാം തീയതി കെമിസ്ട്രി ചാപ്റ്റർ 3 മൂന്നാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാപ്റ്റർ 3 കംപ്ലീറ്റ് ആവണമെന്നില്ല, വലിയ ചാപ്റ്റർ ആണ്, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. മോർണിംഗും നൈറ്റും ഇരുന്ന് പഠിക്കുക.
24-ാം തീയതി ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലെ 1-2 പാഠം പഠിക്കുന്നു. നൈറ്റ് ഫിസിക്സിലെ വേവ് ഒപ്റ്റിക്സ് ചെറിയ പാഠമാണ്, 2-3 ഡെറിവേഷൻസ് ഉണ്ട്, അതുകൊണ്ട് നൈറ്റ് ഇരുന്നത് പഠിക്കാം. ഇനി 25th എന്ത് ചെയ്യുക, ഫിസിക്സ് ന്യൂക്ലിയർ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാം, മാത്സിലെ പ്രോബബിലിറ്റി. പിന്നെ നിങ്ങൾക്ക് 26-ാം തീയതി കെമിസ്ട്രി വേണം പഠിക്കാൻ, കാരണം 27-ാം തീയതി നമ്മുടെ കെമിസ്ട്രി മോഡൽ എക്സാം ആണ്. പിന്നെ ഇപ്പൊ ഈ ഒരു ടൈം ടേബിൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ഇമ്പോർട്ടൻറ്റ് വെയിറ്റേജ് ഉള്ള ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിച്ചു തീരും. അപ്പോൾ രാവിലെയും രാത്രിയും 2-2.5 മണിക്കൂർ വെച്ച് പഠിക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ ടൈം ടേബിളിന്റെ പ്രത്യേകത എന്താണ്, വെയിറ്റേജ് ഉള്ള വലിയ പാഠങ്ങളൊക്കെ ഞാൻ 2 ദിവസത്തേക്കൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ സമയം എടുത്ത് പഠിക്കുക, വെയിറ്റേജ് ഉള്ള ബുദ്ധിമുട്ടുള്ള പാഠങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കാതെ ചെയ്ത് പഠിക്കുക, മോർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക, അങ്ങനെ വേണം പഠിക്കാനായിട്ട്. അപ്പം ഇതേ പ്രകാരം പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മോഡൽ എക്സാമും വലിയ ഒരു പ്രശ്നമില്ലാതെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മോഡൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് എക്സാം പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും. സോ മോഡൽ എക്സാം നിങ്ങൾ ഒന്നും പഠിക്കാതെ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം, നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫുൾ കോൺഫിഡൻസ് നഷ്ടപ്പെടും. ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ +2 പബ്ലിക് എക്സാമാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നും, അയ്യോ എനിക്കൊന്നും പഠിച്ചിട്ടില്ലല്ലോ, മോഡൽ എക്സാമിന് എനിക്ക് ഒന്നും എഴുതാൻ പറ്റിയില്ല, അതോടെ നിങ്ങൾ തകരും. പിന്നെ നിങ്ങൾക്ക് ആകെ ടെൻഷൻ, ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും. അപ്പം അതുകൊണ്ട് ഇനിയുള്ള ദിവസം, ഇനി ഒരു 10-25 ദിവസമുണ്ട്, ഈ ദിവസം നിങ്ങൾ കളയാതെ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മോഡൽ എക്സാം ആയാലും പബ്ലിക് ആയാലും പഠിച്ചെടുക്കാനായിട്ട് പറ്റും, നല്ല രീതിയിൽ എക്സാം എഴുതാനായാലും പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ നോട്ട് ചെയ്ത് വെക്കുക, ഇതേ പ്രകാരം പഠിച്ചു പോവുക. ഇനി കുറച്ചെങ്കിലുമൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ടെൻഷൻ അടിക്കേണ്ട, ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ നോക്കി കൃത്യമായിട്ട് ഇതേപോലെ 2-3 മണിക്കൂറൊക്കെ ഇട്ട് പഠിക്കുക. ഇതിനിടെ ലാബ് എക്സാം ഉള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെ കൊടുത്തത്. ലാബ് എക്സാം ഒന്നുമില്ല, സ്റ്റഡി ലീവ് ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വെച്ച് പഠിക്കുക, ഓരോ പാഠത്തിലെ ചോദ്യങ്ങൾ എങ്ങനെ വരുന്നു എന്നൊക്കെ നോക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.